Hello everyone, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I'm going to react on another scene from the movie Marco. And दोस्तों previous वीडियो जो था उसमें आपको देखने को मिलेगा मार्को का इंट्रो सीन मीन्स उन्हीं मुकुंदन सर का इंट्रो एंड बहुत ही खतरनाक था एंड जिस तरह से इंट्रो स्टार्ट किया गया है ओ माय गॉड Marco is very dangerous guys and he's a daredevil so let's see आगे कहानी में क्या कुछ होता है जैसे कि प्रीवियस वीडियो में पता चल गया था उसको कि उसका जो भाई है उसका मर्डर हो चुका है किस तरह से उसको मारा गया वो भी उसको पता है सो अभी मार्को क्या करेगा वो किस तरह से वो बदला लेगा वो देखना बहुत ज़्यादा इंटरेस्टिंग होगा सो फॉर टू स्टार्ट दिस वीडियो अगर आप लोग चैनल नए हैं देन जल्द सब्सक्राइब कर लो डू सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन दैट बेल आइकन टू गेट नोटिफिकेशन ऑफ माय अपकमिंग वीडियोस सो लेट्स गेट स्टार्टेड द വീഡിയോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും മുറിക്കേണ്ടത് മുറിക്കേണ്ട സമയത്ത് തന്നെ മുറിക്കണം. എന്താ വലിയ പച്ച ആർക്കാ ഇപ്പൊ ഇവിടെ വീതം വെക്കേണ്ടത്? എനിക്കല്ല, കണ്ണ് കാണാത്തവനാണെങ്കിലും വിക്ടർ ഇല്ലേ, പിന്നെ ആൻസി അവള് പറഞ്ഞോ? ഞാൻ പറഞ്ഞായിരുന്നു 3 ഭാഗമായിട്ട് വീതിക്കണം. 3 അല്ല 4. ഏത് ആ തന്തയാരെന്നറിയാത്ത നായയാണോ? വലിയ പച്ച മര്യാദ സംസാരിക്കണം. അല്ല तो ये मार्को का अपना बेटा नहीं मानते हैं तो സ്വന്തം वो एक फैमिली का तो है ना അതെന്നെ പിച്ചത് എന്റെ നിന്റെ അപ്പൻ അടാട്ട് കാർന്നോര് തന്നെയാ. അങ്ങേര് ഒരു ദിവസം അവൻ എവിടെ നിന്ന് വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങേരുടെ അപ്പന്റെ പേരും കൊടുത്തു. അതായത് എന്റെ നിന്റെ അപ്പാപ്പൻ സാക്ഷാൽ മാർക്കോ. അതെനിക്കോ വിക്ടറിനോ അല്ല അപ്പച്ചൻ തന്നത്, നീ പറഞ്ഞ ദത്തുപുത്രനാ. അല്ല എന്നു മുതൽ അവൻ നിനക്ക് കൂടപ്പുറപ്പ് അല്ലാതായത്? സ്വത്ത് വീതമിച്ചപ്പോഴും അപ്പച്ചൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഈ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എങ്ങനെ വീതം വെക്കണമെന്നൊക്കെ ജോർജിന് അറിയാം കേട്ടോ. നിന്റെ അപ്പൻ അവനെ കൊണ്ടുവന്നതായാലും ഇനി അവന്റെ ചോരയായാലും ഒരു തറവാട്ടിലും ഉണ്ടാവുന്നവന് സ്വത്ത് എഴുതി കൊടുക്കാറില്ല. വല്യപ്പച്ചൻ പറയണേലും കാര്യമുണ്ട്. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് സ്വത്ത് കിട്ടേണ്ടത്. ഇച്ഛാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കോട്ടയത്തെ തോട്ടവും കൊരട്ടിയിലെ പറമ്പൊക്കെ നോക്കണ ഈ വല്യപ്പച്ചനാന്ന്. സംസാരിക്കണ്ടേ? എല്ലാം നമുക്ക് മാത്രമുള്ളതല്ലേ? അത് നിയമത്തിൽ വരുന്ന കാര്യം. പിന്നെ സ്വത്ത് കണ്ണി കണ്ടവർക്ക് അനുഭവിക്കാനുള്ളല്ലോ. വെറുതെ അല്ല കർത്താവ് നിന്നെ കണ്ണുപൊട്ടനാക്കിയത്. തന്തയുടെ സ്ഥാനത്തെന്നല്ലാതെ തന്തയാവാൻ നോക്കണ്ട. കർത്താവ് കണ്ണു കൊടുക്കില്ല, ചിലവർക്ക് ബോധം. സോറി ചേട്ടത്തി, പറയേണ്ടത് പറയണം. ആർക്കോ പുറത്തുനിന്ന് വന്ന വല്യപ്പച്ചൻ പറഞ്ഞിരണ്ട. വല്യപ്പച്ചോ കേട്ടല്ലോ, വിക്ടറിന് വരെ പ്രാപ്തി. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആരുടെ ഉപദേശം ആവശ്യമില്ല. मतलब मार्को एंड विक्टर बहुत ही मतलब अच्छे ब्रदर्स थे. മാർക്കോ, എനിക്ക് കാഴ്ച കിട്ടിയ ആരെയാണ് ആദ്യം കാണേണ്ടതെന്ന് അറിയോ? മാർക്കോ. ഞാൻ പറയട്ടെ? പറയണ്ട. നീ എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുത്. സിഗരറ്റ് കളയടാ, കളയാനാ പറഞ്ഞത്. നീ ഇവനെ കൂടെ ചീത്തയാക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. പാവം മേലെ സിഗരറ്റ് വലിക്കുന്നത് കണ്ട നിന്റെ തലമണ്ട ഞാൻ അടിച്ചു. സഹിക്കുന്നുണ്ടല്ലേ? എന്റെ വിക്ടർ എന്നെ സ്നേഹിച്ചത്രയും തിരിച്ച് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. കർത്താവേ, നിന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും നിന്ന് തന്ന ഒരു പാവമായിരുന്നു അത്. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മോചനം കൊടുത്ത് അവന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കൊടുക്കണം.
ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം Okay. അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്നും Oh. നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നും. ओके मार्को का एंट्री बहुत ही कमाल का होता है एंड ही लुक्स वेरी स्टाइलिश गाइस इन दिस मूवी. എന്റെ വിക്ടറിനെ ഇല്ലാതാക്കിയ गए क्या गजब. ചോര കൊണ്ട് ഞാൻ ओ ब्लड का बात देंगे उनको फायर में. മണ്ണ് കൊണ്ട് ओ മൂടും. കയറി ഒന്ന് പ്രതികാരം ചെയ്യുന്നൊക്കെ വിളിച്ചു പറയാൻ നീ ആരാടാ? കുരുത്തം അത് പണ്ടേ ഇല്ലല്ലോ. ജോർജ് അച്ചായനും അത്ര മോശമൊന്നുമല്ല. എല്ലാവരും ചേർന്നാൽ അത്രയും നല്ലതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. ഇവിടെ ബിസിനസ് ആണെന്നും പറഞ്ഞ് ഓരോരുത്തർ अरे ചേട്ടൻ കൊണ്ടാണ്. അങ്ങനെയാണ് നല്ല. എൻ്റെ അമ്മ മറിയ 3 പ്രസവിച്ചിട്ടുള്ളൂ. വിക്ടറും ആൻസിയും പിന്നെ ഈ ഞാനും. നീ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ये ऐसे क्यों बोले? എനിക്കില്ലാതെ पहले तो സങ്കടമൊന്നും इसको നിനക്ക് വേണ്ട. सपोर्ट कर रहे थे. അല്ലെങ്കിൽ തന്നെ പ്രതികാരം ചെയ്യാൻ നീ ആരാടാ? അവന്റെ കൂടെ പിറപ്പോ, അവന്റെ ചോരയോ? ये എന്റെ ചോരയാണ്. അവൻ എന്റെ കൂടെ പിറപ്പാണ്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ആട്ടി നിർത്തിയാലും ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ हाँ എന്റെ അച്ഛൻ വിക്ടർ എന്റെ അനിയൻ, करेक्ट. ആൻസി എന്റെ പെങ്ങളും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ वाओ यार, ये अपना नहीं होकर भी उनको अपना मानता है, लेकिन ये लोग കാഴ്ച കൊടുത്ത അവൻ ആദ്യം ആരെ കാണുന്നോർത്ത് നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങൾ ഞാനും അത്രയും അവനെ സ്നേഹിച്ചതല്ലേ? എന്നാ പിന്നെ നീ പോയിട്ട് ചത്ത് തൊലയും. മോനെ മാർക്കോ, നീ ഇച്ഛന്റെ പിന്നാലെ വരരുത്. ഒക്കെ വിട്ടുവീഴ്ചയാടാ എന്റെ ജീവിതം. നിന്നെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അവന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ഇച്ഛൻ ചെയ്തോ. इसको रोकना चाहते हैं वो, लेकिन आई थिंक ये नहीं रुकेगा. मार्को मतलब दोनों भाई से कम फ्रेंड्स जैसे थे, बहुत ज्यादा क्लोज थे. താൻ എന്താ എപ്പോഴും ഇങ്ങനെ സാഡായിട്ട് ഇരിക്കുന്നത്? ഞാനോ? നോ മാൻ. സി മാർക്കോ, കണ്ണ് കാണാൻ പറ്റാത്ത ഞാൻ വരെ എന്താ ഹാപ്പിയാ? എനിക്ക് ഈ കാറൊക്കെ ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുമോ? സ്റ്റിൽ ഐ ആം ഹാപ്പി. നിനക്ക് വണ്ടി ഓടിക്കണം? മാർക്കോ, യു ക്രേസി. मार्को कुछ भी कर सकता है. वाह, वाह यार, क्या गजब का भाई है. मतलब अपना नहीं है ब्लड का, स्टिल വിക്ടർ എന്റെ Yeah. ചോരയാണ്. इज माय ओन അവൻ എന്റെ കൂടെ ब्रदर. പിറപ്പാണ്. विक्टर को सब प्यार करते थे. ओके ये I'm okay man. മഞ്ചല്ലേ? Stop oh smoking so much. മാർക്കോ, മനസ്സമ്മതം കഴിഞ്ഞാൽ
നീയായിട്ടൊരു ജീവിതം കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, മറിയ. പ്രതികാരം എന്ന് പറഞ്ഞ് നീ ഇനി ഇറങ്ങാൻ നിൽക്കരുത്. അൻവർ അന്ത്യചുംബനം നൽകാൻ അവരവന്റെ മുഖമെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ നീ പറയുന്നത് ഞാൻ കേട്ടേനെ. വിക്ടർ അങ്കിൾ സ്വർഗത്തിലായിരിക്കും അല്ലേ? കണ്ണില്ലാത്ത ആളല്ലേ? വിക്ടർ അങ്കിൾ സ്വർഗത്തിലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് വൺ ഷുവർ ഓഫ്, അങ്കിളിനോട് ഇത് ചെയ്യും. ये बच्चे लोग को भी पता है. Yes. Victor was my dearest. ബ്രദർ ജോർജ്, വളരെ ക്രൂവലായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. എനിക്കറിയാം. നമ്മൾ തമ്മിൽ കച്ചവടം തുടങ്ങിയിട്ട് കുറേ ആയി. ഇപ്പോൾ ഒരു വൈരാഗ്യത്തിന്റെ കാര്യം ജോർജിനോട് ആർക്കുമില്ല. यही क्या है? ഇതുപോലെ കണ്ണു കാണാത്ത ഒരു പാവം പയ്യനെ ആസിഡിൽ മുക്കി കൊല്ലാൻ മാത്രമുള്ള ക്രൂരത ഇവിടെ ആർക്കുമില്ല. खुद ही मिला हुआ है, किस तरह से झूठ बोल रहा है. വിചാരിച്ചാൽ മതി ജോർജ്. എനിക്ക് ആരുടെയും സഹായം വേണ്ട. കണ്ടുപിടിച്ചാൽ വിട്ടുകൊടുക്കാറില്ലല്ലോ നമ്മൾ. ആരായാലും തെളിയിക്കും ഞാൻ. It is not that easy, George. If they have dared to murder a business tycoon's brother, then their mind should be brutal and sharp. So take very cautious steps. പോലീസിന് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ കയറും. This is my son Russell. यही तो मारा है. ഇവൻ സ്റ്റേറ്റ്സിലായിരുന്നു സയൻസ് പഠിക്കാൻ. തലപ്പൊക്കത്തിലായപ്പോൾ ഞാൻ തിരിച്ചോടിച്ചു. ഇനി എൻ്റെ ബിസിനസ് എല്ലാം നോക്കാൻ പോകുന്നത് ഇവനായിരിക്കും. मार्को आया. जब देखो स्मोक करता है. ഇവൻ ആദ്യത്തെ അസൈൻമെന്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. വിക്ടറിന്റെ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ടീം, വിത്ത് യുവർ പെർമിഷൻ, ലെറ്റ് റസൽ ലീഡ് ഇറ്റ്. ഐ ആം ഷുവർ जो मर्डर किया है वो लीड करेगा. സേതുവിനെ കണ്ടെത്തിയ പിടിച്ചു കൊന്നുകളയണം. കൊന്നുകളയാൻ ഇത് നായിക്കുന്നതായിരിക്കും പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണ്? കണ്ണി കാണുന്നവരൊക്കെ അച്ഛനാടാട്ട കാരണവന്മാരെ സ്വഭാവം കാണിച്ചാ താൻ വിവരം അറിയും. सारे लोगों के सामने डिसएग्री भी नहीं कर सकते. ओह माय गॉड. दोस्तों ये था आज का सीन एंड आपको यहाँ देखने को मिलेगा कि मार्को एंड उसका जो भाई था जो मर गया वेक्टर, दोनों का जो रिलेशनशिप था बहुत ही स्ट्रॉन्ग बॉन्डिंग था दोनों के बीच में एंड दोनों एक दूसरे को बहुत ज़्यादा प्यार करते थे एंड दोनों भाई जैसे ने एक बेस्ट फ्रेंड काइंड ऑफ थे. एंड जब वो मर गया तो मार्को अभी इतना ज़्यादा गुस्से में है कि किस तरह से वो अपना भाई का बदला लेगा एंड जिन्होंने उसको इस तरह से मारा है वो उनको डेडली डेथ देना चाहता है. एंड जब वो वहाँ गया भी था वो एक्सप्लेन किया कि उन लोगों को कैसे मारेगा एंड दैट वाज रियली लाइक बहुत ही खतरनाक था. एंड अभी वो लोग आए हैं लाइक बोल रहे हैं कि हम आपके बेटे को मतलब जो उसको मारा है इन्वेस्टिगेशन हम करेंगे एंड जो मर्डरर है वो खुद लेना चाहता है. एंड मार्को जब आया एंड जो बोला कि मेरे बात में जो भी डिसएग्री करेगा उसका यही हाल होगा. एंड जिस तरह से उस लड़के का खोपड़ी को वहाँ डेस्क के ऊपर उस टेबल के ऊपर पूरा प्रेस कर दिया. ओह माय गॉड, इट वाज लाइक इट इज़ वेरी डिफरेंट. बहुत ज़्यादा खतरनाक था गाइस. मतलब मार्को के बात में कोई डिसएग्री भी नहीं कर सकता. मतलब इतने सारे लोग थे एंड उनके सामने वो ऐसे किया. सो मतलब उसको कुछ परवाह ही नहीं है. वो अपना भाई का जैसे भी बदला लेके ही रहेगा. सो लेट्स सी आए कहानी में क्या कुछ होता है एंड द सीन इज गोइंग टू वेरी इंटरेस्टिंग गाइस. सो गाइस आई होप यू लाइक दिस वीडियो एंड इफ यू आर हियर फॉर द फर्स्ट टाइम देन डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल. फिर मुलाकात होगी और किसी रिएक्शन वीडियो के साथ. तब तक बाय बाय.